ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ബോട്ടുകാർ നമ്മുടെ കേരള ബൗണ്ടറിയിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെർമിറ്റ് എടുത്തിരിക്കണം. അതുപോലെ നിങ്ങൾ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുക. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ. ഈ കാണുന്ന ബോട്ട് തൂത്തുക്കുടി ബോട്ടാണ്. ഈ തൂത്തുക്കുടി ബോട്ടുകാർ നമ്മുടെ ലക്ഷദ്വീപിൽ ഇവർ അവിടെ വല കയറി അവിടെ ഇവർക്ക് പെർമിറ്റ് ഇല്ലാത്തത് കാരണം 6 ലക്ഷം രൂപ ഫൈന് അവിടെ അടിച്ചു കൊടുത്തതാണ്. അതിനുശേഷം നമ്മുടെ വിഴിഞ്ഞം സൈഡിൽ ഈ കര സൈഡിൽ കൂടെ ഇവർ ഈ ബോട്ട് ഓടിപ്പോയപ്പോഴത്തേക്കും ഇവരെ വീണ്ടും നമ്മുടെ കോസ്റ്റ് ഗാർഡ് പിടിച്ചുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവർ അവിടെ 6 ലക്ഷം രൂപ ഓൾറെഡി ഫൈൻ അടച്ച് അതിനുശേഷം ഇവരുടെ നാട്ടിലോട്ട് തൂത്തുക്കുടിയിലോട്ട് പോകാനായിട്ട് വന്ന വഴിയിലാണ് കോസ്റ്റ് ഗാർഡ് പിടിച്ച് നമ്മുടെ ഫിഷിംഗ് ഹാർബറിലോട്ട് ആക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ 3 ബോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, തീർച്ചയായിട്ടും നമ്മുടെ കേരള ബൗണ്ടറിയിൽ കയറണമെങ്കിൽ നിങ്ങൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിരിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് വെറുതെ ഈ ഫൈനായിട്ട് ഇവിടെ കൊടുക്കാതിരിക്കുക കേട്ടോ. ഇതൊക്കെ കർശനമായിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, നിങ്ങളുടെ ഈ ബോട്ടിലെ ബുക്കും പേപ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് വയ്ക്കുക. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ കാശ് വെറുതെ നിങ്ങൾ കൊണ്ട് കൊടുക്കരുത്. നിങ്ങൾ കഷ്ടപ്പെടുന്ന കാശാണ് കേട്ടോ. ഇതുപോലെ ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പെറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ സൈസ്, അതുപോലെ അതിൻ്റെ ഇഞ്ചിൻ്റെ കപ്പാസിറ്റി, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പെറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് ഇന്ന് 6-ാം തീയതി രാവിലെ പിടിച്ച ബോട്ടാണ് കേട്ടോ. ഇവരെ കൂടെ തന്നെയാണ് ആ മറ്റു ബോട്ടുകളും പിടിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തമിഴ്നാട് ഈ ബോട്ടിൻ്റെ ഉടമകളെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞു വച്ചിരിക്കുക കേട്ടോ.